ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു വെറൈറ്റി അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. നേരെ ക്ലാഷ് ഓഫ് ക്ലാൻസ് എടുക്കുന്നു. ഇന്ന് സംഭവം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ബാർച്ചർ അറ്റാക്കാണ്. 113 ബാർച്ചർ, പിന്നെ ഒരു ആർച്ചർ സ്പേസ് ഒന്ന് തിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ട്രൂപ്സ്. സംഭവം ഞാൻ ഇതിട്ട് ഇത്രയും ദിവസം ഞാൻ നോർമൽ അറ്റാക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ റാങ്ക്ഡ് അറ്റാക്കാണ് ചെയ്യാൻ പോണേ. എൻ്റെ റാങ്ക് കണ്ടോ, ഇലക്ട്രോ 33 ആണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെജൻഡറി ആണ്. എന്തായാലും റാങ്ക് 84 ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രാവശ്യം ഞാൻ ലെജൻഡറി കയറാൻ ചാൻസ് ഇല്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നേരെ അറ്റാക്ക് ചെയ്യാം. റാങ്ക്ഡ് മാച്ചാണ് കളിക്കാൻ പോണേ. എനിക്ക് 20 മാച്ച് ഇനിയും കളിക്കാനുണ്ട്. ചിലപ്പോൾ ലക്കുണ്ടെങ്കിൽ ഞാൻ പ്രൊമോട്ടാം, ചിലപ്പോൾ പ്രൊമോട്ട് ആവില്ല, ഡിപ്പെൻസ്. നേരെ നമുക്ക് ഫസ്റ്റ് റാങ്ക് അറ്റാക്ക് ചെയ്യാൻ പോണേ. നേരെ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. റാങ്ക്ഡ് മാച്ചാണ്, അപ്പോൾ കുറച്ച് റിസ്ക് എടുത്താണ് ഞാൻ കളിക്കുന്നത് ഗൈസ്. ഓക്കെ, ട്രൂപ്പ് എത്തിയിട്ടുണ്ട്. സംഭവം കുറച്ച് ചെറുതായിട്ടൊരു ഫണലിങ് പോലെ ഞാൻ ചെയ്യുകയാണ്. ചെറുതായിട്ട് ബാർച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിൽ കൂടെയൊക്കെ എല്ലാം ഇറക്കണമുണ്ട് ഞാൻ. സംഭവം ഈ വിസ ടവർ ഒന്ന് നമുക്ക് ഒരു ബോംബ് ടവർ, ഒരു വിസ ടവർ, ബോംബ്, വിസ ടവർ. ഗൈസ്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് വിസ ടവർ ഇതാക്കിയെന്ന് പറഞ്ഞാൽ എൻ്റെ റോയൽ ചാമ്പ്യൻ അല്ലെങ്കിൽ വഴിമാറി കയറും. സോ വഴിമാറി കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ റോയൽ ചാമ്പ്യനെ കയറ്റിയത്. ഓക്കെ, കുഴപ്പമില്ല. നിലവിൽ കുഴപ്പമില്ലാതെ തന്നെയാണ് പോകുന്നത്. റോയൽ ചാമ്പ്യൻ ചെറുതായിട്ടെങ്കിലും ടൗൺ ഹാൾ പൊട്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ റോയൽ ചാമ്പ്യൻ കയറുമോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അയ്യോ ചെറുതായിട്ട്. ഓക്കെ, റോയൽ ചാമ്പ്യൻ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ദിശ മാറി കയറിയിട്ടുണ്ട് ഗൈസ്. റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുത്തു. അയ്യോ, കഷ്ടപ്പെട്ടത് വേസ്റ്റായി പോകുമോ? യെസ്, ഓഫ് കോഴ്സ് പോയിട്ടുണ്ട്. സീനില്ല ഗൈസ്. അപ്പോൾ റോയൽ ചാമ്പ്യൻ സ്റ്റേയിങ്. ഓ ഷിറ്റ്, അത് കുറച്ച് ടാസ്ക്കാണ്. റോയൽ ചാമ്പ്യൻ ടൗൺ ഹാൾ പൊട്ടിക്കുന്നില്ല. ഓക്കെ, റോയൽ ചാമ്പ്യൻ ഡെഡായി. അപ്പോൾ ഇനി നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. നേരെ നമ്മുടെ ട്രൂപ്സ് കൊണ്ട് തന്നെ, ബാക്കി ട്രൂപ്സ് ഇട്ട് തന്നെ നമ്മൾ ടൗൺ ഹാൾ പൊട്ടിക്കണം. ടൗൺ ഹാൾ പൊട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും 2 ഫണലിങ് ചെയ്ത് ക്യാമറ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇറക്കി കിങ്, ക്യൂവിന് പാടൻ, ബാക്കി ബാർച്ചർ ആ സൈഡ് കംപ്ലീറ്റ് ഞാൻ ജസ്റ്റ് ഫണലിങ് പോലെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെയെങ്കിലും അത് എനിക്കൊന്ന് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. കിങ് കുറച്ച് അയ്യോ വഴിമാറി കയറരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കിങ്ങേ. ഓക്കെ, കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇത്ര തന്നെയാണ് കിങ്ങിൻ്റെ എബിലിറ്റി. ചെറുതായിട്ട് വാർഡിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അയ്യോ, ക്യൂവിൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ക്യൂവിൻ്റെ ഹീലേഴ്സൊക്കെ അങ്ങോട്ട് വരും. ആ ടൗൺ ഹാൾ പൊട്ടിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്. ഓ സമയമില്ല. ഓക്കെ സമയമില്ല ഗൈസ്, സമയം ഒട്ടുമില്ല. ഓ ഷിറ്റ്. ബാർച്ചർ ഞാൻ അവിടെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ടൗൺ ഹാൾ പൊട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാർച്ചർ ഇട്ട് ബാക്കി പെർസെൻറ്റേജ് എടുക്കണം. ഓക്കെ ഗൈസ്, അവിടെ ഒന്ന്. ഓക്കെ, 70% ആണ് നിലവിലായത്. ഓക്കെ, 80% ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, കുഴപ്പമില്ല. എന്തായാലും നമ്മളൊരു വെറൈറ്റി സ്റ്റൈലിൽ ഒരു 80% കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താ കിട്ടാൻ പോണേ? നെക്സ്റ്റ് വേണ്ടാത്തൊരു സാധനം കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. നമ്മൾ നേരെ അടുത്ത ഒരു റിക്വസ്റ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ നേരെ ആ ബാർച്ചർ അറ്റാക്ക് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോണത്. 80% അത്യാവശ്യം നല്ലൊരു അറ്റാക്ക് തന്നെയാണ്. കൊള്ളാം, ഞാൻ വിചാരിച്ചില്ല. റാങ്ക്ഡ് മാച്ചിലൊക്കെ നമുക്ക് ഒരു പ്രത്യേക ടൈപ്പ് മോഡാണ്. ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആക്കിയിട്ടുണ്ട് ക്ലാഷ് ഓഫ് ക്ലാൻസ്. ഇപ്പം ഒരു പ്രൊമോഷൻ കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ചുമ്മാ ഒന്ന് അടിച്ച് കയറാം. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ് പ്രൊമോഷൻ കിട്ടാൻ. എനിക്ക് തോന്നുന്നത് ലെജൻഡിൽ കയറാൻ തന്നെ നമുക്ക് കുറച്ച് ടാസ്ക് സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഒരാൾക്കാരുടെ റേസൊക്കെ കുറച്ച് ടാസ്ക്കാണ്. ഓക്കെ, ഞാൻ വീണ്ടും ഒരു റാങ്ക്ഡ് മാച്ചാണ്. ഞാൻ ഇനിയും അറ്റാക്ക് ചെയ്യാൻ പോകണം. നേരെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അടുത്ത അറ്റാക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നേരത്തെ സമയത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഞാൻ കണ്ടിരുന്നു. വീണ്ടും ഞാൻ ബാർച്ചറിട്ട് ഫണലിങ്. ഈ ഏരിയ ഫുള്ളും ബിൽഡിങ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ബാർച്ചറിട്ട് തന്നെ അതങ്ങ് ക്ലിയർ ചെയ്യാൻ നോക്കുക. ബാർച്ചർ ചുറ്റും ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, 1 2 വെച്ചാണ് ഞാൻ ഇറക്കണേ. ഓക്കെ, ഇവിടെ 1 2 3. അയ്യോ, 1 2 3 1 2 ഉള്ള ബാർച്ചറെല്ലാം ഇങ്ങനെ തന്നെ തീരുമെന്ന് എനിക്കൊരു സംശയമുണ്ട് ഗൈസ്. ഈ ഏരിയ എന്തായാലും ഏകദേശം ഫണലായിട്ടുണ്ട്. ഓക്കെ, ഇനി ബാർച്ചർ ഇറക്കണ്ട. ബാർച്ചറെല്ലാം ഇപ്പോൾ തന്നെ തീർന്നു. ഓക്കെ, റോയൽ ചാമ്പ്യൻ ഇറക്കിയിട്ടുണ്ട്. റോയൽ ചാമ്പ്യൻ അടുത്ത് വന്നത് ഞാൻ വീണ്ടും ഒരു ഇൻവിസിബിൾ സ്പെല്ല് ഇട്ടിട്ടുണ്ട്. നടുക്കൊരു ഇൻവിസിബിൾ സ്പെല്ല്. റോയൽ ചാമ്പ്യൻ കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. ടൗൺ ഹാൾ ചവരുത്. ഓക്കെ, റോയൽ ചാമ്പ്യൻ സ്റ്റിൽ ഗോയിങ് ഓൺ വളരെ സ്മൂത്ത്ലി. അയ്യോ, റോയൽ ചാമ്പ്യൻ ചത്ത്. ഓക്കെ, റോയൽ ചാമ്പ്യനെ കൊല്ലാതിരിക്കാൻ പറ്റൂല കേസ്. അതങ്ങ് ചത്ത് പോവുകയാണ്. കുഴപ്പമില്ല. റോയൽ ചാമ്പ്യനെ റിക്കവർ ചെയ്തിട്ടുണ്ട്. റോയൽ ചാമ്പ്യൻ വളരെ സ്മൂത്തായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി വീണ്ടും കൊടുത്തു. റോയൽ ചാമ്പ്യൻ ആ ഡബിൾ കനോൺ. ഓക്കെ, റോയൽ ചാമ്പ്യൻ കമോൺ. യെസ്. ഓക്കെ,
അയ്യോ പക്ഷേ ആ ഒരു നമുക്ക് അവിടെ കണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ക്ലാൻ കാസിൽ ട്രൂപ്പ് നിൽക്കുക, അതും കൂടെ ഒന്ന് റോയൽ ചാമ്പ്യൻ ഒന്ന് ഡീൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ നമുക്ക് റോയൽ ചാമ്പ്യൻ ഡീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. ഓക്കെ, റോയൽ ചാമ്പ്യൻ ചത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫണലിങ് പോലെ ബാർച്ചർ കൊടുത്തിട്ട് ഞാൻ നേരെ നമ്മുടെ ട്രൂപ്പ് ഇറക്കി തുടങ്ങി. കിങ് ഇറക്കി, ക്യൂൻ ഇറക്കി, വാർഡൻ ഇറക്കി, ബാർച്ചർ ചെറുതായിട്ട് സപ്പോർട്ടിന് ചെറുതായിട്ട് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ക്യാമറ മാറ്റി ഗൈസ്. ഇതൊരു ചെറിയൊരു ഫ്ലോപ്പ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയാൽ ക്യൂവിൻ്റെ എബിലിറ്റി കൊടുക്കണോ എന്ന് ചോദിച്ചാൽ ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബാർച്ചർ സൈഡിൽ ഞാൻ കുറച്ച് ചെറുതായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് വീണ്ടും സമയമില്ല ഗൈസ്. ഷിറ്റ്, സമയത്തിൻ്റെ പ്രശ്നം കാണുന്നുണ്ട്. ഇത് എൻ്റെ അറ്റാക്കിൽ വീണ്ടും സമയത്തിൻ്റെ ഒരു പ്രശ്നത്തിലാണ്. ഈ പ്രാവശ്യം 83 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം. സോറി, ടാസ്ക്കാണ്. ലെജൻഡ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് ബേസ് കുറച്ചും കൂടെ ഹാർഡ് മോഡ് ആവുമെന്ന് തോന്നുന്നു. സോ അതാണ് സംഭവം, കുറച്ച് ടാസ്ക്. പിന്നെ എനിക്ക് സമയത്തിൻ്റെ ഒരു ചെറിയൊരു കുറവ് ഞാൻ കാണുന്നുണ്ട്. ചെറുതായിട്ട് ഫോണും സ്റ്റക്കായി തുടങ്ങി. 85% ആണ് കിട്ടിയത് ഗൈസ്, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, നിലവിൽ ഇന്ന് ഇത്ര അറ്റാക്ക് മതി, അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തായി പോകും. ഇതാണ് എൻ്റെ ഇന്നത്തെ അറ്റാക്ക്. ഒരു 100% കിട്ടിയില്ല, അതിനുകൊണ്ട് എനിക്ക് കുറച്ചൊരു സങ്കടമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ എന്തായാലും ഒരു 100% കിട്ടിയിരിക്കും. എപ്പോഴും സക്സസ് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.